കോടിക്കണക്കിന് പ്രകാശവർഷം അകലെയുള്ള ഒരു നക്ഷത്രത്തിന്റെ രാസഘടന, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ശരീരത്തിലെ ഒരു ചെറിയ കോശത്തിന്റെ സങ്കീർണമായ ഘടന, ഇതൊക്കെ അതിനെ യാതൊരു കേടുപാടും വരുത്താതെ ശാസ്ത്രജ്ഞർ എങ്ങനെ കൃത്യമായി മനസ്സിലാക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണത്, അല്ലേ? ഇത്രയും വലിയ പ്രപഞ്ചവും അതിസൂക്ഷ്മമായ കോശങ്ങളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മാന്ത്രിക വിദ്യയുണ്ട്. ഈ അദൃശ്യലോകത്തെ അതിന്റെ ഘടന തകർക്കാതെ തന്നെ നമുക്കൊന്ന് ഡീകോഡ് ചെയ്തു നോക്കാം. ഇന്നത്തെ ഈ രസകരമായ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രപഞ്ചത്തിലെ ഒളിഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങൾ കണ്ടെത്താനുള്ള ഏറ്റവും മികച്ചൊരു ടൂൾ അഥവാ സ്പെക്ട്രോസ്കോപ്പി എന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഈ അദൃശ്യലോകത്തെ വെളിപ്പെടുത്തുന്ന ഇതിന്റെ അടിസ്ഥാന തത്വങ്ങളും അതിൽ വന്നിട്ടുള്ള അത്യാധുനിക മാറ്റങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പം നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിൽ നമ്മൾ പ്രധാനമായും 6 കാര്യങ്ങളാണ് നോക്കുന്നത്. 1. അദൃശ്യലോകത്തെ ഡീകോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും. 2. പ്രകാശം, ദ്രവ്യം, പിന്നെ അവയുടെ വിരലടയാളങ്ങളെക്കുറിച്ചും നോക്കും. 3. സ്പെക്ട്രോമീറ്ററിനെ എങ്ങനെ സൂപ്പർ ചാർജ് ചെയ്യാമെന്നും. 4. ഇതിന്റെ യഥാർത്ഥ ലോകത്തിലെ സൂപ്പർ പവറുകളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും. 5. കാര്യം ബിഗ് ഡേറ്റയുണ്ടാക്കുന്ന തടസ്സങ്ങളാണ്. ഒടുവിൽ 6. ഇതിന്റെ ക്വാണ്ടം ഭാവിയെക്കുറിച്ചും നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. ഇതിലെ ആദ്യത്തെ കാര്യം ഡീകോഡിംഗ് ദി ഇൻവിസിബിൾ വേൾഡ്, അതായത് ഈ അദൃശ്യലോകത്തെ മനസ്സിലാക്കലെന്നുള്ളതാണ്. ശാസ്ത്രജ്ഞർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയാമോ? വളരെ ചെറിയ അല്ലെങ്കിൽ വളരെ സങ്കീർണമായ വസ്തുക്കളെ അവയ്ക്ക് യാതൊരു കേടുപാടും വരുത്താതെ, അതായത് അതിനെ പൊഴിച്ചു നോക്കാതെ തന്നെ എങ്ങനെ പരിശോധിക്കാമെന്നതാണ്. ഈ ഒരു അടിസ്ഥാന പ്രശ്നമാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും ഈ സ്പെക്ട്രോസ്കോപ്പി? വളരെ ലളിതമായി പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസും മാറ്ററും, അതായത് വൈദ്യുതകാന്തിക വികിരണങ്ങളും ദ്രവ്യവും തമ്മിലുള്ള ഇടപെടലുകളെക്കുറിച്ചുള്ള പഠനമാണിത്. പ്രകാശം ഒരു വസ്തുവുമായി കൂട്ടിമുട്ടുമ്പോൾ കൃത്യമായി എന്ത് സംഭവിക്കുന്നു എന്ന് പഠിക്കുന്ന ശാഖയാണിത്. പ്രപഞ്ചത്തിന്റെ ഒരു ഫിംഗർ പ്രിന്റ് റീഡറായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ മനുഷ്യർക്കുള്ളതുപോലെ തന്നെ ഓരോ തന്മാത്രയ്ക്കും അതിൻ്റേതായ തനതായ വിരലടയാളമുണ്ട്. അത് പ്രകാശത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇനി നമുക്കിതിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. പ്രകാശം, ദ്രവ്യം, വിരലടയാളങ്ങൾ എന്നിവയെക്കുറിച്ചാണ് നമ്മളിനി നോക്കുന്നത്. ഈയൊരു പവർഫുള്ളായ അനലിറ്റിക്കൽ ടെക്നിക്സ് സാധ്യമാക്കുന്ന ഭൗതികശാസ്ത്രത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. സാധാരണയായി പ്രകാശം ഒരു ദ്രവ്യത്തിൽ തട്ടുമ്പോൾ അത് പല രീതിയിലാകും പ്രതികരിക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷൻ തൊട്ട് തന്മാത്രകളുടെ വൈബ്രേഷനുകൾ വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓരോ തന്മാത്രയും പ്രകാശത്തെ ആഗിരണം ചെയ്യുകയോ പ്രതിഫലിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അവയ്ക്കുള്ളിൽ ചെറിയ കമ്പനങ്ങൾ അഥവാ വൈബ്രേഷനുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ പ്രതിഭാസങ്ങളെല്ലാം അളക്കുന്നതിലൂടെ ആ വസ്തു കൃത്യമായി ഏതാണെന്നും അതിന്റെ രാസഘടന എന്താണെന്നുമുള്ള കാര്യങ്ങൾ ഒരു വിരലടയാളം പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മൂന്നാമത്തെ ഭാഗം സൂപ്പർ ചാർജിംഗ് ദ സ്പെക്ട്രോമീറ്റർ എന്നാണ്. പഴയ ക്ലാസിക്കൽ രീതികളിൽ നിന്നൊക്കെ മാറി ശാസ്ത്രത്തിന് യഥാർത്ഥത്തിൽ പുതിയ ചില സൂപ്പർ പവറുകൾ നൽകുന്ന ആധുനിക സാങ്കേതിക വിദ്യകളെക്കുറിച്ചാണ് നമ്മളിനി പറയുന്നത്. പഴയ പരമ്പരാഗത ഫോറിയർ ട്രാൻസ്ഫോം രീതികളൊക്കെ ഒരു കാലത്ത് വളരെ മികച്ചതായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഒപ്റ്റിക്കൽ ഫ്രീക്വൻസി കോമ്പുകൾ പോലെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളിലേക്ക് മാറിക്കഴിഞ്ഞു. ഇത് കേൾക്കുമ്പോൾ വലുതായി തോന്നാമെങ്കിലും പ്രകാശത്താൽ നിർമ്മിച്ച വളരെ കൃത്യതയിലുള്ളൊരു അളവുകോല് അഥവാ ഒരു റൂളർ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ പുതിയ ടൂളുകൾ ഉപയോഗിച്ച് മുമ്പത്തേക്കാൾ എത്രയോ വേഗത്തിലും സൂക്ഷ്മതയിലും നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാനാകും. ശരിക്കും ഇതൊരു വലിയ കുതിച്ചുചാട്ടമാണ്. ഈ ഒരു പുതിയ മുന്നേറ്റത്തെപ്പറ്റി പറയുന്ന ചില കാര്യങ്ങൾ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. അൾട്രാ ഫാസ്റ്റ് മെത്തേഡുകൾ ഫെംറ്റോസെക്കൻഡ് സ്കെയിലുകളിൽ നടക്കുന്ന പ്രക്രിയകൾ നിരീക്ഷിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഫെംറ്റോസെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഊഹിക്കാമോ? ഒരു സെക്കൻഡിന്റെ ലക്ഷം കോടിയിൽ ഒരംശമാണ് ഒരു ഫെംറ്റോസെക്കൻഡ്. അതായത് രാസപ്രവർത്തനങ്ങൾ നടക്കുന്ന ആ കൃത്യം നിമിഷത്തിൽ തന്നെ അവയുടെ ചലനങ്ങൾ ക്യാമറയിൽ പകർത്തുന്നത് പോലെ കാണാൻ ഈ പുതിയ ഉപകരണങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട്. ശരിക്കും സമയം പിടിച്ചു നിർത്തുന്ന ഒരു മാന്ത്രിക വിദ്യ പോലെയാണത്. ഇനി നമ്മൾ നാലാമത്തെ ഭാഗമായ റിയൽ വേൾഡ് സൂപ്പർ പവേഴ്സിലേക്ക് കടക്കുകയാണ്. വെറും തിയറികളിൽ നിന്നു മാറി യഥാർത്ഥ ലോകത്ത് ഈ സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ഉപകരണങ്ങൾ എത്രത്തോളം വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് കണ്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. ഇതിന്റെ ഒരു വ്യാപ്തി എത്ര വലുതാണെന്ന് നോക്കൂ. ന്യൂക്ലിയർ ഫോറൻസിക്സ് മുതൽ നമ്മുടെ ഭക്ഷണത്തിൽ മായം ചേർത്തിട്ടുണ്ടോ എന്നുവരെ അറിയാൻ ഇന്ന് ഇത് ഉപയോഗിക്കുന്നുണ്ട്.
അതുമാത്രമല്ല, ബയോമെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സിലും ചർമ്മരോഗങ്ങൾ കണ്ടുപിടിക്കാനും എന്തിന് ഏറ്റവും ഗുണനിലവാരമുള്ള മരുന്ന് നിർമ്മാണത്തിൽ വരെ സ്പെക്ട്രോസ്കോപ്പി ഇന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ മറ്റൊരു മാറ്റം എന്തെന്നാൽ, ഇത്രയും വലിയ കഴിവുകളുള്ള ഉപകരണങ്ങൾ ഇപ്പോൾ നമ്മുടെ പോക്കറ്റിൽ കൊണ്ടു നടക്കാവുന്ന തരത്തിൽ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ്. വലിയ ലബോറട്ടറികളിൽ മാത്രം ലഭ്യമായിരുന്ന ഈ പരിശോധനകളൊക്കെ ഇപ്പോൾ ഫീൽഡിൽ തന്നെ, അല്ലെങ്കിൽ ഒരു രോഗിയുടെ കിടക്കക്കരികിൽ വെച്ചു തന്നെ പരിശോധിക്കാൻ കഴിയുന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. ഇത് വൈദ്യശാസ്ത്ര രംഗത്തും മറ്റു പല മേഖലകളിലും ഉണ്ടാക്കുന്ന വിപ്ലവം ചെറുതൊന്നുമല്ല. ഇനി നമ്മുടെ അഞ്ചാമത്തെ ഭാഗം ബിഗ് ഡാറ്റ ബോട്ടിൽനെക്കാണ്. നമുക്കറിയാം, ഏതൊരു പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും അതിൻ്റെതായ പുതിയ വെല്ലുവിളികളും ഉണ്ടാവുമല്ലോ. ഈ അത്യാധുനിക യന്ത്രങ്ങൾ ഇപ്പോൾ നമ്മുടെ തലച്ചോറിനെ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നതിലും എത്രയോ ഇരട്ടി ഡാറ്റയാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ഈയൊരവസ്ഥ ശരിക്കും വലിയൊരു വെല്ലുവിളിയാണ്. നിലവിൽ ഇത്രയും ഭീമമായ സ്പെക്ട്രോസ്കോപ്പിക് ഡേറ്റ വിശകലനം ചെയ്യുന്നതിൽ വളരെ വലിയൊരു വിടവ് തന്നെയുണ്ട്. ഇതിൽ അനാവശ്യമായ വിവരങ്ങൾ ഒരുപാടുണ്ടാകാം. മനുഷ്യർക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്ര ഡേറ്റകൾ വരുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും ഉപയോഗിച്ചുള്ള പൈപ്പ്ലൈനുകൾ ഡിസൈൻ ചെയ്യുക എന്നത് മാത്രമാണ് ഭാവിയിലേക്കുള്ള ഒരേയൊരു പോംവഴിയെന്ന് ഇത് വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിനൊരു കൃത്യമായ പരിഹാരം എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? ഇതൊരു 3 ഘട്ടങ്ങളായുള്ള പ്രവർത്തനമാണ്. ഒന്നാമതായി, വളരെ വേഗത്തിൽ ഡേറ്റകൾ ശേഖരിക്കുക. രണ്ടാമതായി, ഈ വലിയ ഡേറ്റകളിൽ നിന്ന് അനാവശ്യമായ വിവരങ്ങൾ അഥവാ നോയ്സ് നീക്കം ചെയ്യാൻ AI ഉപയോഗിക്കുക. മൂന്നാമതായി, പ്രിഡിക്റ്റീവ് മോഡലിംഗ് ഉപയോഗിച്ച് ശുദ്ധീകരിച്ചെടുത്ത ഡേറ്റയിൽ നിന്നും കാര്യങ്ങൾ കൃത്യമായി പ്രവചിക്കുക. ഈയൊരു ഇന്റഗ്രേറ്റഡ് വർക്ക് ഫ്ലോ ആണ് ഭീമമായ ഡേറ്റാ പ്രശ്നത്തിന് ശാസ്ത്രലോകം കാണുന്ന മികച്ച പരിഹാരം. ഇനി നമ്മുടെ ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിന്റെ അവസാനത്തേതും 6ാമത്തേതുമായ ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അതാണ് ക്വാണ്ടം ഫ്യൂച്ചർ. ഈ ശാസ്ത്രശാഖയുടെ ഭാവി എന്താണെന്നും അതിനി എങ്ങോട്ടാണ് പോകുന്നതെന്നും നമുക്ക് പരിശോധിക്കാം. ശാസ്ത്രം എത്രത്തോളം മുന്നേറിയെന്ന് നോക്കൂ. സങ്കീർണമായ പ്രതിഭാസങ്ങളെ സാധാരണ കമ്പ്യൂട്ടറുകളിലൂടെ മാതൃകയാക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. നമ്മുടെ നിരീക്ഷണങ്ങൾ കൂടുതൽ സങ്കീർണമാകുമ്പോൾ ഇത്തരം ഡൈനാമിക്കായ തന്മാത്രാ സ്വഭാവങ്ങൾ അനുകരിക്കാനും കൃത്യമായി പ്രവചിക്കാനുമായി നാം ഭാവിയിൽ ക്വാണ്ടം അൽഗോരിതങ്ങളെയും ക്വാണ്ടം കമ്പ്യൂട്ടറുകളെയും കൂടുതലായി ആശ്രയിക്കേണ്ടിവരും. ഈ ഒരു അത്യാധുനിക സാങ്കേതികവിദ്യ പൂർണ്ണമായി നമ്മളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ ശാസ്ത്രലോകം ഇനിയും ചില കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ഇത്തരം നൂതന പ്രോട്ടോക്കോളുകൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യുക, ഒന്നിലധികം സാങ്കേതികവിദ്യകൾ ഒരുമിച്ച് ചേർക്കുന്ന ഹൈഫനേറ്റഡ് രീതികൾ വികസിപ്പിക്കുക, അതോടൊപ്പം തത്സമയ നിരീക്ഷണം എളുപ്പമാക്കുക, അതുപോലെ ഉപകരണങ്ങളുടെ സങ്കീർണത പരിഹരിക്കുക തുടങ്ങിയവയാണ് ശാസ്ത്രലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളികളും ഇനി വരാനിരിക്കുന്ന ലക്ഷ്യങ്ങളും. ഇത്രയും നേരം നമ്മൾ കണ്ട കാര്യങ്ങൾ വെച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമ്മുടെ ഉപകരണങ്ങൾ ചെറുതാവുകയും അതിൽ നിന്നുള്ള ഡാറ്റകൾ വലുതാവുകയും ചെയ്യുമ്പോൾ അടുത്തതായി വെളിച്ചം നമുക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ പോകുന്ന ആ അദൃശ്യ സത്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ശരിക്കും അത്ഭുതപ്പെടുത്തുന്നൊരു ചിന്തയാണിതല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങളുമൊന്ന് ചിന്തിച്ചു നോക്കൂ. പുതിയ അറിവുകളുമായി മറ്റൊരു വിശകലനത്തെ വീണ്ടും കാണാം.